ഹലോ, ഹായ്. എന്താർക്കും ഒരു ഉഷാറില്ലാത്ത? ആരും ചായ ഒന്നും കുടിച്ചില്ലേ? വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഒരുപാട് പേരെ എൻ്റെ മുമ്പിൽ കാണാൻ പറ്റി എന്നുള്ള കാര്യത്തിൽ. കാരണം ഞാൻ കഴിഞ്ഞ മാർച്ചിലേറ്റ് ഈ കരുണാഭവൻ സ്കൂളിൽ വന്നിട്ടുണ്ട്. ഇത്ര പേരില്ലായിരുന്നു, പക്ഷേ ഞാൻ കുറച്ച് ആൾക്കാരായതുകൊണ്ട് എല്ലാവരും കാണാൻ പറ്റി, എല്ലാ രക്ഷിതാക്കളെയും കാണാൻ പറ്റി. ഇത് ഒരുപാട് പേരുണ്ടായിരുന്നു, വളരെയധികം സന്തോഷം. എൻ്റെ പേര് ഷിഫ, വീട് മലപ്പുറം തിരൂരാണ്. പക്ഷേ ഞാൻ വരുന്നത് എറണാകുളത്തു നിന്നാണ്. ഞാൻ അവിടെ DLED പഠിക്കുകയാണ്, അതായത് 7 വരെയുള്ള ടീച്ചിങ് കോഴ്സ് പഠിക്കുകയാണ്. എനിക്ക് എക്സാമാണ് ഇൻറ്റേണൽ. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ടീച്ചറോട് ലീവൊക്കെ ചോദിച്ച് നിങ്ങളൊക്കെ കാണാൻ വേണ്ടി രാവിലെ തന്നെ ഹോസ്റ്റലിൽ നിന്നൊക്കെ ഇറങ്ങി. ബട്ട് ലേറ്റ് ആയത് ചെറുതായിട്ടൊന്ന് ബസ് സ്റ്റാൻഡ് മാറിപ്പോയി. ഞാൻ കയറേണ്ട ബസ് സ്റ്റാൻഡ് ബോട്ട് ഷെട്ട് ചെയ്യുന്നു, പക്ഷെ ഞാൻ പോയത് KSRTC ബസ് സ്റ്റാൻഡിൽ. അങ്ങനെ കുറച്ച് ലാഗായി. പിന്നെ റോഡ് വളരെ മോശമാണല്ലോ. പക്ഷെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ എത്തുമ്പോൾ തന്നെ നിങ്ങളൊന്നും കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ എല്ലാവരും എണീറ്റ് പോവുമെന്നൊക്കെ ഉള്ളത്. പക്ഷേ കുഴപ്പമില്ല, അൽഹംദുലില്ലാ എല്ലാവരും കാണാൻ പറ്റി, സന്തോഷം. എന്നോട് മോട്ടിവേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എന്ത് മോട്ടിവേഷനെ നിങ്ങൾക്ക് തരണ്ട? നിങ്ങളാണല്ലോ ഏറ്റവും വലിയ മോട്ടിവേഷൻ. നിങ്ങൾ എടുത്തിരിക്കുന്ന നിങ്ങളെ മക്കളുമാണ് നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും വലിയ മോട്ടിവേഷൻ. അതിലും വലിയ മോട്ടിവേഷൻ എനിക്കൊന്നും തരാനില്ല. ഖുർആൻ അർ-റഹ്മാൻ സൂറത്തിലൊരു ആയത്തുണ്ട്, നമുക്ക് താങ്ങാൻ പറ്റുന്ന പ്രയാസങ്ങളെ പടച്ചോൻ നമുക്ക് തരുള്ളൂ എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ മക്കളൊക്കെ നമ്മളെ കൊണ്ട് നോക്കാൻ കഴിയും, അല്ലെങ്കിൽ അവർ നമ്മളെടുത്ത് സേഫാണ് എന്നുള്ള ഒരു എന്താ പറയുക, പടച്ചോൻ്റെ ഒരു ചിന്ത മൂലവും നമ്മൾക്കെല്ലാം ഈ മക്കളെ കിട്ടിയിട്ടുണ്ടാവുക. പലരും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, എൻ്റെ കാലശേഷം, അല്ലെങ്കിൽ എനിക്ക് പ്രായമാവുകയാണ്, എൻ്റെ കാലശേഷം ഈ മക്കള് ജീവിതം എന്തായിത്തീരുന്നു. പക്ഷെ ഒന്നും കാണാതെ പടച്ചോൻ ആരും ഭൂമിയിലേക്ക് അയച്ചിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും മക്കളെ പരിപാടി കാണാനും ഇതിനൊക്കെ വേണ്ടി വന്നു. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു മക്കൾ ഉണ്ടായതുകൊണ്ട് ഈ ഒരു എന്താ പറയുക ഭിന്നശേഷി സൗഹൃദത്തിലേക്ക് വന്ന് അങ്ങനെ വരാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? സ്വന്തം മക്കൾ ഭിന്നശേഷിയല്ല, പക്ഷെ ഇത് കണ്ടിട്ട് ഞാൻ എൻ്റെ സ്വയം പ്രവർത്തനങ്ങൾ അവർക്കും വേണ്ടി മാറ്റിവെച്ച ആരെങ്കിലും ഉണ്ടോ? പക്ഷെ നമുക്ക് ഇങ്ങനെ വന്നോണ്ട് കുറേ അനുഭവം കിട്ടി. ഈ അനുഭവം കിട്ടാൻ കാരണം നമ്മളെ മക്കളാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു ഇത് പറയാം, ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അത്ര എല്ലാ ഫെസിലിറ്റീസും എല്ലാ സൗകര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. സാധാരണ സ്കൂളിൽ പഠിച്ച് മറ്റു കുട്ടികളെ പോലെ നടന്നു പോയി അങ്ങനൊക്കെ പഠിച്ച ആളാണ്. പക്ഷേ എനിക്ക് യാത്ര ചെയ്യണം, കുറേ ദൂരം സഞ്ചരിക്കണം, അങ്ങനത്തെ എല്ലാം മെൻറ്റാലിറ്റി ഉള്ളത്. പക്ഷേ എൻ്റെ വീട്ടിൽ പേടിയാണ്. വിടാത്ത പ്രശ്നമല്ല, എൻ്റെ ഇപ്പോൾ എല്ലാം അപകടങ്ങളല്ലേ കേൾക്കണം, അപ്പോൾ അവർക്ക് വിടാൻ പേടിയാണ്. പക്ഷെ ഞാനിങ്ങനെ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു യാത്രകൾ ചെയ്ത് ഒറ്റയ്ക്ക് ചെയ്തിട്ടും ഫ്രണ്ട്സിൻ്റെ കൂടെ ചെയ്തിട്ടും അവരെ ഓക്കെ ആക്കി. ഇന്നിപ്പോൾ ഞാൻ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ച് ഞാനിങ്ങനെ പോവുകയാണ് പറഞ്ഞ്. അപ്പോൾ എങ്ങനെയാണ് പോണത്, അവർക്കത് ആ ഒരു പേടി ഉണ്ടാവും. ഇപ്പം നമ്മളെ രക്ഷിതാക്കൾ, ഇപ്പം നമ്മൾക്ക് നമ്മളെ മക്കളെ എവിടെ വിടുമ്പോഴും പേടി ഉണ്ടാവും. എനിക്കൊന്നും നിങ്ങളോട് പറയാനുള്ളൂ, നമ്മളെ മക്കളെ നമ്മളല്ലാതെ വേറെ ആരും സ്നേഹിക്കാനില്ല, സംരക്ഷിക്കാനില്ല. സംരക്ഷിക്കും, പക്ഷെ നമ്മൾ സംരക്ഷിക്കണ പോലെ ആവണമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഞങ്ങളോടാണ് ചോദിക്കണം, നിങ്ങളൊന്നും എന്താ മറുപടി തരാത്തേ? ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ മറ്റു പോവുകയാണെങ്കിൽ നമ്മളെ മക്കളെ വേറെ എവിടെയെങ്കിലും ആരടുത്തെങ്കിലും ആക്കിയിട്ട് പോകുമ്പോൾ നമുക്ക് പോയി വരുവോളം ഒരു എന്താ പറയുക ടെൻഷനാണ്, അവർ സേഫാണോ, അവരെന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളെ മക്കളെ നമ്മൾ സ്നേഹിക്കുക, കാരണം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി പാടും, അല്ലെങ്കിൽ കുറേ ആൾക്കാർ ചുമരിലും മറ്റ് പ്രതലങ്ങളിലൊക്കെ ചിത്രം വരക്കും, കളർ ചെയ്യും. അതൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഒന്ന് പെയിൻ്റ് അടിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ ഒരു പേപ്പർ കൊടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ചിലവർ അതിന് വേണ്ടി ചീത്ത പറയും. ഇപ്പോൾ ഈ മക്കളല്ലാതെ വേറെ മക്കളുള്ള രക്ഷിതാക്കളുണ്ടാവും. പക്ഷെ ഈ ഭിന്നശേഷിക്കാരായ മക്കൾ കരുതുന്നത് മറ്റുള്ള മക്കളോടാണ് കൂടുതൽ സ്നേഹം, അവരോടുള്ള പെരുമാറ്റമൊക്കെ കണ്ടിട്ട്. കാരണം
ഇവരെന്തെങ്കിലും ചെയ്താൽ നമ്മൾ ആദ്യം ചീത്ത പറയും. അവർ ചെയ്ത കാര്യങ്ങൾ എന്താ നോക്കുക പോലും ചെയ്യുന്നില്ല. ഇവിടെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എൻ്റെ മകൾക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം കണ്ടെത്തുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ളത്? ഏതെങ്കിലും ഒരു രക്ഷിതാവിന്? അങ്ങനെ ഈ ഭിന്നശേഷിക്കാരായവരാരും വേറെ അല്ല. അവർക്കും സാധാരണ കുട്ടികളെ പോലെ എല്ലാ കഴിവുകളും അല്ലെങ്കിൽ എല്ലാ ചെയ്യാനുള്ള ശേഷികളും ഉണ്ടാവും. പക്ഷെ അതൊന്നും നമ്മളാരും കണ്ടറിയുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കണില്ല. പ്രോത്സാഹനം കിട്ടാത്ത കാരണം കുറേ കഴിവുകളൊക്കെ നശിച്ചു പോയ മക്കളുണ്ടാവും നമ്മളെ അടുത്ത്. അവരെ കൂടുതൽ മനസ്സിലാക്കുക, അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മളെ മക്കളെ ബാക്കിയുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അവരെ എന്താ പറയുക പ്രസൻസും കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മളെ മക്കളെ നമ്മൾക്കെല്ലാം അറിയുള്ളൂ. നമ്മളവരെ സപ്പോർട്ട് ചെയ്യാം. നമ്മൾ മാത്രമേ അവർക്ക് ഭൂമിയിൽ ഏറ്റവും വലിയ എന്താ പറയുക സപ്പോർട്ടിങ് അല്ലെങ്കിൽ പീസ് ഓഫ് പ്ലേസ് നമ്മളാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും അവരെ പരിപാലിക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന വിധം. അപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്തൊരു ഈ 1 വീക്ക് മുമ്പ് ഒരു ന്യൂസ് കേട്ടു. ഒരു മാനസിക രോഗമുള്ള ഒരു മകനും അമ്മയും വിഷം കഴിച്ചു മരിച്ചു. അപ്പോൾ റീസണ് അമ്മക്ക് ടെൻഷനായിട്ട്, അമ്മ പ്രായമായ അമ്മേനെ. അപ്പോൾ അമ്മ മരണശേഷം ആ മോൻ്റെ അവസ്ഥ ആവും എന്നുള്ളത് കൊണ്ട് മാത്രം ആ 2 പേരുടെ ജീവൻ അവിടെ പോയി. ആരും ഒറ്റയ്ക്കല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം പടച്ചോനൊന്നും കാണാതെ നമ്മളെ ഈ ഭൂമിയിലേക്ക് അയക്കൂല. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളി സന്തോഷത്തിൽ നമ്മളെ മക്കളെ കൂടുതൽ സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്ത് അവരിഷ്ടമുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രോത്സാഹിപ്പിച്ച് അവരെ കുറേ സ്വതന്ത്രരാക്കി വിടുക. കാരണം ഇപ്പോൾ നമ്മൾ വയ്യാത്തൊരു കുട്ടിയാണ് അല്ലെങ്കിൽ അവർക്കൊന്നും പറ്റൂല എന്നുള്ള കൺസെപ്റ്റ് വിടുക. അവരെ കുറേ തടങ്കിൽ നിന്ന് അവരൊരു സ്വാതന്ത്ര്യത്തിന് അവർ വിടുക. അവർ ചെയ്യാൻ കഴിയുന്നതൊക്കെ അവർ ചെയ്യട്ടെ, അവരതിലൂടെ സന്തോഷം കണ്ടെത്തട്ടെ. അവർക്കൊക്കെ പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നിങ്ങളെ ചീത്ത പേടിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ അടി പേടിച്ചിട്ടോ നോട്ടം പേടിച്ചിട്ടോ ഒക്കെ ചെയ്യാത്ത പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ അവരെ ജസ്റ്റ് ഒന്ന് ഫ്രീ ആയി വിട്ട് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കി അവർ ചെയ്യുന്ന പല കാര്യങ്ങളും പക്ഷെ നമ്മൾ അത്ഭുതപ്പെടുത്തിയേക്കാം. ഇത്രയൊക്കെ പറയാനുള്ളൂ. നിങ്ങളൊക്കെ എന്താ പറയുക ഭാഗ്യവാന്മാരാണ്. കാരണം നമ്മളെല്ലാം പടച്ചോനിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മളിവിടെ നന്മ ചെയ്താൽ അവിടെ പരലോകത്ത് അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നല്ലേ. ഇതെല്ലാം നമ്മളെ മക്കളൊക്കെ നന്മയാണ്. നമ്മൾ പടച്ചോൻ തന്ന ഓരോ പരലോകത്തേക്ക് ഉള്ള കണികളാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തിൽ പോവുക, ടെൻഷനൊന്നും വേണ്ട, പടച്ചോണ്ട്. താങ്ക് യു.